നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറയാനുണ്ടാവും. നിങ്ങളോട് തർക്കിച്ച് ഞാൻ മടുത്തു. അതുകൊണ്ടാ ഞാൻ തിരുമേനിയും കൂട്ടി വന്നത്. തിരുമേനി ഒരിക്കലും ആരുടെയും പക്ഷം പിടിക്കാറില്ലല്ലോ. ന്യായത്തിന്റെ ഭാഗത്തല്ലേ നിൽക്കാറുള്ളൂ. ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് തിരുമേനി തന്നെ പറയട്ടെ. ജനക, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ജനകനൊരു പ്രയാസം വന്നപ്പോ സഹായിക്കാൻ ചന്ദ്രഹാസനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും കാശിന് പല ആവശ്യങ്ങളില്ലേ. സ്ഥലത്തിന്റെ പ്രമാണം പെട്ടിവെച്ച് പൂട്ടിയ ചന്ദ്രഹാസന്റെ ആവശ്യം നടക്കൂ. പണത്തിന് പണം തന്നെ വേണ്ടേ? അത് തിരുമേനി പറഞ്ഞത് ശരിയാ. പണത്തിന് പണം തന്നെ വേണം. പണം കൊടുക്കാൻ 3 ദിവസത്തെ സാവകാശം ചന്ദ്രഹാസൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അനുവദിച്ചെന്ന സമയം ഇന്നത്തോടെ അവസാനിച്ചു. ഇന്നത്തോടെ അവസാനിച്ചു എന്നല്ല, ഇന്നത്തോടെ അവസാനിക്കുമെന്നാ പറയണ്ടേ. ഈ ദിവസം തീരാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഒപ്പിടുന്നതിനെ പറ്റി ആലോചിക്കാം. ഈ പറഞ്ഞത് ന്യായം. സാവകാശം കൊടുത്തിട്ട് അത് അവസാനിക്കുന്നതിന് മുമ്പ് പണം ആവശ്യപ്പെട്ട് ഈ വീട്ടുപടിക്കൽ വന്നു നിന്നത് മോശമായിപ്പോയി. നിന്നോട് ആരോടാ ഈ തിരുമേനി കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്? കൂടെ 2-3 പ്രമാണിമാരും ഉണ്ടാവണമെന്ന് മുതലാളി തന്നെയല്ലേ പറഞ്ഞത്. തിരുമേനി മാത്രമേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ തിരുമേനിയെ കൂട്ടി. ജനകൻ ചേട്ടാ, ആ വസ്തുവിന്റെ പ്രമാണം ചന്ദ്രഹാസന്റെ പെട്ടിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസം കുറേയായി. കടം വാങ്ങിയ കാശിന്റെ 10-1 തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെങ്കിലും കഴിഞ്ഞോ? വീണ്ടും 3 ദിവസത്തെ സാവകാശം തന്നു. അതും അവസാനിക്കാറായി. ഇത്രയും കാലം ശ്രമിച്ചിട്ടും കിട്ടാത്ത പണം ഇനി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടുമോ? വെറുതെ സമയം കൊടുക്കാൻ പറയാതെ ഇടപാട് തീർത്തേക്കു ജനകൻ ചേട്ടാ. തിരുമേനി തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക. ജനക, 10 ലക്ഷം രൂപ നീ എവിടുന്ന് സംഘടിപ്പിക്കാനാ? അതും ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. നടക്കാത്ത കാര്യമാണെന്ന് നിനക്ക് തന്നെ നല്ലതുപോലെ അറിയാമല്ലോ. നിലം വിൽക്കാനുള്ള കടലാസിൽ നീ ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ. വെറുതെ വെച്ച് വൈകിപ്പിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ഞാൻ ഇവരെ എല്ലാ പ്രമാണത്തിൽ ഉൾപ്പെടാൻ ബുദ്ധിമുട്ടിക്കുന്നത്. ഇവരെന്നെയാ ബുദ്ധിമുട്ടിക്കുന്നേ. ഇവരോട് ക്ഷമയോടെ കാത്തിരിക്കാൻ പറയൂ തിരുമേനി. കാശുമായി പാറു വന്നുകൊണ്ടിരിക്കുക. ജനകനെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ ജനകന്റെ മോള് പാറുവിനെ കൂട്ടുകാർ കുറെ ഉണ്ട്. സഹായിക്കാനുള്ള കഴിവും മനസ്സുമുള്ള കൂട്ടുകാർ. അവളെത്താറായി. 1 മണിക്കൂറിനകം അവിടെഞ്ഞെത്തും. എല്ലാവരും പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു വാ. വരുമ്പോ അച്ഛൻ ഒപ്പിട്ട് തന്ന കടലാസ് എടുക്കാൻ മറക്കരുത്. നിന്റെ ബുദ്ധി കൊള്ളാം. തുണിയും ചട്ടിയും കലവും ഒക്കെ എടുത്ത് ഇവിടുന്ന് സ്ഥലം വിടാൻ 1 മണിക്കൂർ മതിയല്ലോ അല്ലേ? ഞങ്ങളെ വിശ്വാസമില്ലെങ്കിലേ നിങ്ങൾ അവിടെ തന്നെ അങ്ങ് നിൽക്ക. തിരുമേനി കേറിയിരിക്ക. തിരുമേനി മാത്രം. ഉണ്ണി, മുതലാളി, ജനകൻ ചേട്ടൻ വെറുതെ പറഞ്ഞല്ല, നല്ല ആത്മവിശ്വാസത്തോടെയാ പറഞ്ഞേ. പാറു ഉറപ്പായും പണമായി വരും. അതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ രുദ്രപ്രതാപൻ പറയുന്നു. 2 തോൽവികളാ ഇന്ന് ജനകൻ ചേട്ടന് സംഭവിക്കാൻ പോകുന്നേ. ഒന്ന്, പാറു വരും, പക്ഷേ അവളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. 2ാമത്തെ തോൽവി, അയാളുടെ സ്ഥലം വിൽക്കുന്നത് പപ്പേട്ടനല്ല, ആളായി നിൽക്കുന്നത് പപ്പേട്ടനാണെങ്കിലും രേഖകളിൽ പേര് ഈ രുദ്രപ്രതാപന്റേതായിരിക്കും. ഇവിടെ തുടങ്ങുക ജനകൻ ചേട്ടന്റെ തോൽവി. ഹലോ, ആ വണ്ടിയിൽ ആരാന്ന് നോക്ക്.
എന്താ സാർ? എവിടേക്കാ? പറഞ്ഞു കൊടുക്ക. സർ, താനിക്കാടാ ഞങ്ങൾക്ക് പോവേണ്ടത്. വെള്ളച്ചാൽ ദുർഗാദേവി ക്ഷേത്രത്തിനടുത്ത്. അവിടെ ആരെ കാണാനാ? എന്റെ വീട് അവിടെയാ. എന്താ നിന്റെ പേര്? പാർവതി. ഇതാരാ? ഇത് ടൗണില് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. RC ബുക്കും ലൈസൻസുമായിട്ട് ഇറങ്ങ. സാർ, ഇറങ്ങാനല്ലേ പറഞ്ഞത്?